കുഞ്ഞിപ്പാത്തി. അള്ളന്റെ റബ്ബേ, ഇതാരാ പറയണേ? ഞാൻ കുഞ്ഞിപ്പാത്തു. അയ്യോ, എന്താ പാറു, എന്താ ഇങ്ങനെ ചിരിക്കണേ? അതൊന്നുമില്ല മല്ലികാമ്മേ, ഞാന് പാത്തുവിനെ കുറിച്ച് ആലോചിച്ചു പോയതാ. എന്ത്? പാത്തു ഞാനുള്ള കോമഡി കാലേജ് ചിരിച്ചു പോയതാ മല്ലികാമ്മേ. എത്താനായോ മല്ലികാമ്മേ? എത്താനായോ? ഇല്ലില്ല, ഇനിയും പോവാനുണ്ട്. മല്ലികാമ്മേ, എന്താ പാറു? പാത്തുവിനെ കണ്ട ഹായ് പാത്തു എന്ന് പറയണോ, അല്ലെങ്കിൽ ഹായ് കുഞ്ഞിപ്പാത്തു എന്ന് പറയണോ, അല്ലെങ്കിൽ അവളെ ഫേവറേറ്റ് പാട്ടില്ലേ പുതിയ മുഖം എന്നൊരു പുതിയ മുഖം, ആ പാടണോ? ഏതാ ഏതാ വേണ്ടി? അതൊക്കെ പാറുവിന്റെ ഇഷ്ടം. അയ്യന്റെ ഈശ്വര, നല്ല സന്തോഷത്തിലാണല്ലോ പാറു. പിന്നെ സന്തോഷമില്ലാണ്ടിരിക്കോ? പൊന്നാരമ്മണിയെ, സത്യം പറയാലോ, ഞാൻ പാത്തുവിനെ നല്ലോണം മിസ് ചെയ്തിക്കണേ. പാത്തുല്ലാത്ത ഒരു രസമില്ല. അത് ശരിയാ ഈശ്വര, പാത്തുവിനെ കാണാനാണല്ലോ പോണേന്ന് നനിക്കുമ്പോ സന്തോഷം കൊണ്ട് എന്താ പറയണ്ടേ, എന്താ ചെയ്യണ്ടേന്നൊന്നും മനസ്സിലാകുന്നില്ല. അമ്മിനി പറ, ഫസ്റ്റ് ഓളെ കാണുമ്പോ ഹായ് പാത്തു എന്ന് വിളിക്കണോ, അല്ലെങ്കിൽ ഹായ് കുഞ്ഞിപ്പാത്തു എന്ന് അറിയണോ? ഏതാ രസം? അതൊക്കെ പാറുവിന് ഇഷ്ടമുള്ള പോലെ പറഞ്ഞോ. പാറുവിനെ കണ്ട പാത്തു ആകെ നെട്ടും. പാത്തുവിന് വലിയ സർപ്രൈസ് ആയിരിക്കും. അതെ അതെ. എന്ത് പറ്റി പാറു, പെട്ടെന്ന് മുഖം വല്ലാതെയായി? അത് പിന്നെ മല്ലികാമ്മേ, എന്റെ മനസ്സില് ചെറിയൊരു ടെൻഷനും ഉണ്ട്. ടെൻഷനോ? എന്തിന്? മല്ലികാമ്മനെ കണ്ടിട്ട് പാത്തു അറിയില്ലാന്ന് പറഞ്ഞു. അപ്പൊ എന്നെ കണ്ടാലും അറിയില്ലാന്ന് പറഞ്ഞാ എന്തൊക്കെയാ ഈ പറയണേ? നെഗറ്റീവായി ചിന്തിക്കല്ലേ പാറു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പാറു എന്തായാലും പാത്തുവിനെ കണ്ടാ തിരിച്ചറിയും, അത് ഉറപ്പാ. അറിയില്ലാന്ന് പറഞ്ഞാലോ മല്ലികാമ്മേ? പാത്തു എന്നെ കണ്ടിട്ട് എന്നെ അറിയില്ല, നീ ആരാന്ന് ചോദിച്ചാലോ മല്ലികാമ്മേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെയൊന്നും ചിന്തിക്കില്ലേ പാറു. ഇങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് സങ്കടം കൂടും. പോസിറ്റീവായിട്ട് ചിന്തിക്ക്. പാറുവിനെ കണ്ടിട്ടും പാത്തു അങ്ങനെ തന്നെയാണ് പറയണെങ്കി നമ്മൾ കാണുന്നത് നമ്മളെ പാത്തു നീക്കൂല. അതന്നെ, കുഞ്ഞിപ്പാത്തു പാർവതിനെ കണ്ട അറിയില്ലാന്ന് പറയില്ല. അങ്ങനെ അറിയില്ലാന്ന് പറയാണെങ്കിൽ അത് നമ്മളെ പാത്തു നീക്കൂല. നമ്മളെ പാത്തുവിനെ അങ്ങനെ പറയാൻ കഴിയൂല. ഇപ്പത്തെ മൂഡ് കളയല്ലേ പാറു. നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ പോണേ. പാറു, മല്ലികാമ്മ എപ്പോഴും പറയലുണ്ട്, സങ്കടം പിടിച്ച പാറുവിനെ കാണാൻ ഒരു രസമില്ല. ചിരിച്ചോണ്ട് തന്നെ, ചിരിച്ചാലേ പാറുവിനെ കാണാൻ രസം ഉണ്ടാവൂ. പാറു, ഈ മുഖത്തിൽ കണ്ട പാത്തുവിന് ഇഷ്ടാവില്ല കേട്ടോ. പാത്തുവിന് ചിരിച്ചോണ്ട് നിക്കണ പാറുവിനെ കാണാൻ ഇഷ്ടം. പാറു ചിരിക്കേ, പാറു ചിരിക്കേ. പാറു ചേച്ചിനെ ചിരിപ്പിക്കാൻ എന്റെ കയ്യിൽ സൂത്രം ഉണ്ടല്ലോ. എന്താ അത്? പുതിയ മുഖം, ഇനിയൊരു പുതിയ മുഖം. പാറു ചിരിച്ചേ. നീ ആള് കൊള്ളാലോ ചക്കി. എന്നോട് എല്ലാരും പറയത്, പക്ഷേ ഞാനത് മണ്ടക്കില്ല. ഇതൊക്കെ പാത്തുന്റെ ഡയലോഗാ. പാത്തു കേക്കണ്ട, ചക്കിയുള്ള ഡയലോഗ് കോപ്പി അടിച്ച കാര്യോ. അടുത്ത സ്റ്റോപ്പാട്ടോ. എല്ലാരും ഇറങ്ങാൻ വേണ്ടി റെഡി ആയിക്കോളി. ശരിയാ മക്കളെ, ഇവിടെ കാണാൻ എന്തൊരു ചന്ത അറിയോ? ഈ നാട്ടിൽ കൂടുതലും പുഴകളാ ഉള്ളത്. അരുവികളും പുഴകളും. ഓ, എന്തൊരു മനോഹരാണെന്നോ. ഇവിടുന്ന് ഇനി ഒരുപാട് പോവാനുണ്ട്. നടക്കാനെന്ന് വെച്ചാ ഒരുപാടുണ്ട്. എല്ലാരും ക്ഷീണിച്ചു പോവും. ഓട്ടോ ഒന്നും കിട്ടില്ല മക്കളെ. ഇവിടെ നിന്ന് കാളവണ്ടി കിട്ടും. അതെ മല്ലികാമ്മേ, ഇവിടുന്ന് കാളവണ്ടി കിട്ടും. അതില് കയറി അക്കരെ എത്താം. അവിടുന്ന് തോണിയില് പോണം. അവിടുന്ന് വീണ്ടും കാളവണ്ടി കയറണം. അതെ, അതെ, ഒരു കാളവണ്ടി വരുന്നുണ്ട്. ചേട്ടാ ചേട്ടാ, ഇങ്ങോട്ട് ഇങ്ങോട്ട്. സിനിമയിലൊക്കെ കണ്ടിക്കണേ ഞാനും. വന്നു. എങ്ങോട്ടാ പോണ്ടേ? നിങ്ങക്ക് തമ്പ്രാട്ടിയമ്മയുടെ വീട്ടിലേക്കാ പോണ്ടേ? തമ്പ്രാട്ടിയമ്മയുടെ വീട്ടിലേക്കാണോ? ആരെ കാണാനാ? തമ്പ്രാട്ടിയമ്മയെ കാണാൻ. എന്താ അങ്ങനെ ഒരു ചോദ്യം? ഒന്നുമില്ല. തമ്പ്രാട്ടിയമ്മയുടെ മോള് തിരിച്ചു വന്നിട്ടുണ്ട്, ചിന്നു. അതെ, ചിന്നു. അവളെ പരിചയമുണ്ടോ? ഞങ്ങൾക്കൊന്ന് തമ്പ്രാട്ടിയമ്മയുടെ വീട്ടിലെത്തണം.
അമ്പ്രാട്ടിയമ്മയുടെ വീട്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് പോകാൻ കഴിയില്ല. ആദ്യം പുഴയോരത്തെത്തണം, പിന്നെ അവിടുന്ന് കാളവണ്ടി പോയില്ല, അവിടുന്ന് തോണിയിൽ പോണം. അതൊക്കെ അറിയാം. ഞങ്ങളെ ആ പുഴയോരത്ത് വരെ ആക്കി തരുമോ? ആക്കിത്തരാം, കയറൂ. അല്ല, ഒരിക്കൽ കൂടി ചോദിക്കാം, തമ്പ്രാട്ടിയമ്മയുടെ വീട്ടിലേക്ക് എന്തിനാ ഇപ്പൊ പോണേ? എന്താ അങ്ങനെ ചോദിക്കണേ? അത് പിന്നെ നാട്ടിലൊരു ജനസംസാരം ഉണ്ടായിരുന്നു. എന്തേ? തമ്പ്രാട്ടിയമ്മയുടെ മോളെ ചിന്നുനെ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി പട്ടണത്തു നിന്ന് ആൾക്കാർ വരുന്നുണ്ടെന്ന്. ഒരു തമ്പ്രാട്ടിയമ്മ, ഒരു ചിന്നു, ഞങ്ങളുടെ പാത്തു അത്. പാറു, മിണ്ടല്ലേ. മല്ലികാമ്മ ഇവര് പറയുന്നത് കേട്ടില്ലേ? നമ്മളെ പാത്തു അല്ലേ? ഒരിക്കലും ഓരല്ലേ നമ്മളെ പാത്തുനെ പിടിച്ചത്? പാറു, എനിക്കൊരു കാര്യം മനസ്സിലായി. എന്ത്? ഇന്നോനെ പട്ടണത്തിൽ വെച്ച് ഞാനും ഇയാളും കണ്ട കാര്യം തമ്പ്രാട്ടിയമ്മ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാത്തുനെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ആൾക്കാർ വരുന്ന് തമ്പ്രാട്ടിയമ്മ ഊഹിച്ചു കാണും. ശരിയാ. അപ്പോ ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അവിടേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വണ്ടിയിലൊന്നും കയറ്റണ്ടാന്ന്. പൊന്നാരെ പാറു, നീ ഒന്നും പറയണ്ട. നമ്മള് ചിന്നുനെ അല്ലല്ല പാത്തുവിനെ കാണാൻ പോവാണെന്നുള്ളത് പറയണ്ട. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അവിടെ എത്താൻ കഴിയില്ല പാറു. എന്തൊക്കെയാ മല്ലികാമ്മ ഈ പറയണേ? ചിന്നു അത് നമ്മളെ പാത്തല്ലേ? പെട്ടെന്നൊരു രാത്രി രാവിലെ ആയപ്പോ ഓള് ചിന്നുവായി. ഇപ്പനെ ഓളെ കൊണ്ടാൻ വേണ്ടി നമ്മൾ വരുമ്പോ അവിടെയുള്ള നാട്ടുകാരൊക്കെ പറയാ അത് ചിന്നു ആണെന്ന്. ഓളെ തട്ടിക്കൊണ്ട് വരാൻ വേണ്ടി ആൾക്കാർ വന്നിക്കണേന്ന്. എന്തൊക്കെയാ മല്ലികാമ്മ ഇവരൊക്കെ പറയണേ? എന്നാരെ പാറു, നീ വയലന്റ് ആവല്ലേ? പാത്തുവിനെ തിരിച്ചു കൊണ്ടുപോണോ? ഇതിനാദ്യം നമ്മൾ പാത്തുവിനെ കാണണം. മല്ലികാമ്മ പറയണ ഒന്ന് പാറു കേക്ക്. പാത്തുവിനെ നമുക്കൊന്ന് കാണെങ്കിലും വേണം പാറു. നമ്മള് പാത്തുത്താത്തനെ തേടി വരുന്ന കാര്യം എല്ലാരും അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഈശ്വര, ഒന്ന് എത്രയും പെട്ടെന്ന് പാത്തുവിനെ കണ്ടാ മതിയായിരുന്നു. പാറും പാത്തു ഒന്ന് കണ്ടാ മതിയായിരുന്നു. എന്താ എന്താ അവിടെ ഒരു സംസാരം? എന്നാ വരൂ. അല്ല, തമ്പ്രാട്ടിയമ്മ എന്തിനാ കാണുന്നെന്ന് പറഞ്ഞില്ല. അത് പിന്നെ ഞാന് ഒരു ഷോപ്പിൽ നിൽക്കുന്ന ഒരാളാ. അപ്പോ തമ്പ്രാട്ടിയമ്മക്ക് വേണ്ട ഡ്രസ്സ് കൊണ്ടുവരാൻ വേണ്ടി വന്നതാ. അപ്പോ എന്തിനാ ഇവരെല്ലാരും? അത് പിന്നെ അവർക്ക് ഈ നാടൊക്കെ കാണിക്കാൻ വേണ്ടി. കയറ് കയറ്. എന്താ തമ്പ്രാട്ടിയമ്മേ? തമ്പ്രാട്ടിയമ്മ പറയാൻ പോണ കാര്യം ഞാൻ പറയട്ടെ? എന്താ സംഭവം? ചിന്ന ചേച്ചിനോട് തമ്പ്രാട്ടിയമ്മ ചോദിക്കാൻ പോണതല്ലേ ഈ സ്ഥലമൊക്കെ ഇഷ്ടായോന്ന്? അതല്ലേ ചോദിക്കാൻ പോണേ? അത് എന്ത് ചോദ്യം തമ്പ്രാട്ടിയമ്മേ? ഈ സ്ഥലമൊക്കെ കണ്ട ആർക്കും ഇഷ്ടമില്ലാതാവാ? എന്തൊരു ചന്താ കാണാൻ. തമ്പ്രാട്ടിയമ്മേ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ചോദിക്ക്. ഈ നാട്ടിൽ അധിക സ്ഥലങ്ങളിൽ പുഴകളാണല്ലോ. അതേ ചിന്നു, അതാണ് ഞങ്ങളുടെ നാടിന്റെ പ്രത്യേകത. ഒരുപാട് വെള്ളം കിട്ടുന്ന നാടാണിത്. കാണാൻ നല്ല രസമുണ്ട്. ഇതിലൊക്കെ എന്തോരം മീനുകൾ ഉണ്ടെന്ന് അറിയോ? ആണോ? കുട്ടപ്പായി, എനിക്ക് സമൂഹത്തിനൊരു മീനെ പിടിച്ചു തരുമോ? ചിന്നു, എന്ത് തമ്പ്രാട്ടിയമ്മേ? കുട്ടപ്പായിക്ക് നീന്താനൊന്നും അറിയില്ല. കുട്ടപ്പായിക്ക് നീന്താൻ അറിയില്ല? ഇല്ല. അല്ല തമ്പ്രാട്ടിയമ്മേ, മീൻ പിടിക്കാൻ നീന്തണോ? അല്ല വീശിയ മീന് കിട്ടൂലേ? ആഹാ, ചിന്നു ആള് കൊള്ളാലോ. കുട്ടപ്പായി മീൻ പിടിക്കലുണ്ടോ? പിടിക്കലൊക്കെ ഉണ്ട്. എന്നാ എനിക്കൊരു മീനെ പിടിച്ചു തരുമോ? ചിന്നു, എന്താ തമ്പ്രാട്ടിയമ്മേ, കുട്ടപ്പായിക്ക് മീൻ പിടിക്കാന്ന് അറിയാന്ന് പറഞ്ഞല്ലോ. ചിന്നു, നമ്മളിപ്പോ ഈ സ്ഥലങ്ങളെല്ലാം കാണാൻ വന്നത്. ഇപ്പൊ മീൻ പിടിക്കണ സമയല്ല. ചിന്നു, മീൻ പിടിക്കാനൊക്കെ വേറെ ജോലിക്കാരുണ്ട്. കുട്ടപ്പായുടെ ജോലി അതല്ല. ഓ ചിന്നു, വാ, കുറച്ചു നേരം കൂടി നിക്കട്ടെ തമ്പ്രാട്ടിയമ്മേ. ഇവിടെ നല്ല തണുത്ത കാറ്റ്. ഇതിനേക്കാൾ ഭംഗിയുള്ള ഒരു സ്ഥലമുണ്ട്. അതാണ് അപ്പൂപ്പൻ താടിക്കാവ്. എന്തൊക്കെ നന്നായി അറിയാം. ചിന്ന ചേച്ചി, അവിടെ കാണാൻ എന്തൊരു ചന്തന്നറിയോ? ആണോ? ചിന്ന ചേച്ചി അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരൂല. ഇവിടെ വലിയൊരു അപ്പൂപ്പൻ താടിന്റെ മരമുണ്ട്. അതിൽ നിറയെ അപ്പൂപ്പൻ താടികളുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് നിറയെ അപ്പൂപ്പൻ താടികൾ ഇങ്ങനെ വീഴും. അയ്യോ, അതിന്റെ നിലയൊക്കെ കാണാനും ചിന്ന ചേച്ചി എന്ത് ഭംഗിയാന്നറിയോ? മുഴുവൻ അപ്പൂപ്പൻ താടികൾ വീണെടുക്കുമ്പോ ഇങ്ങനെ കൊറേ പഞ്ഞിക്കട്ട പോലെ തോന്നും. സെമ്പകം പറഞ്ഞത് കേട്ടില്ലേ? ചിന്നു, വാ, കുറച്ച് സമയം കൂടി ഇവിടെ നിന്നിട്ട് പോവാ തമ്പ്രാട്ടിയമ്മേ. ചിന്നു, വാ. തമ്പ്രാട്ടിയമ്മേ, ചിന്നുവിന് ഈ സ്ഥലം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കുറച്ച് സമയം കൂടി ഇവിടെ നിന്നോട്ടെ. ചിന്നുവിന്റെ സന്തോഷല്ലേ നമ്മുടെയും സന്തോഷം. അങ്ങനെ പറഞ്ഞു കേട്ടപ്പായി. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരു ടീം. എന്നെ പുറത്താക്കിയല്ലേ? അല്ല, അങ്ങനെയൊന്നുമില്ലേ. തമ്പ്രാട്ടിയമ്മ എന്തിനാ വിഷമിക്കണേ? തമ്പ്രാട്ടിയമ്മന്റെ ടീം ഞാനുണ്ടല്ലോ. സമ്മുഖ എന്റെ ടീം, ചിന്നും കുട്ടപ്പായി ഒരു ടീം. തമ്പ്രാട്ടിയമ്മേ, നമുക്ക് കളിക്കാം. എന്ത് കളിയാ കളിക്കാ ചിന്നു? വേണ്ട ചിന്നു, ഇവിടെ എല്ലാം വെള്ളമുള്ള സ്ഥലം. അതെ, കുട്ടപ്പായി പറഞ്ഞത് കറക്റ്റ്.
നമുക്ക് നമ്മുടെ വീടിന്റെ അവിടുന്ന് കളിക്കാം. ഇതൊന്നും സേഫായ സ്ഥലമല്ല ചിന്നു. ചെമ്പകോ, എന്താ ചിന്നു ചേച്ചി? നമുക്ക് വീട്ടിൽ പോയിട്ട് കളിക്കാം.